അന്ന് പുരുഷന്മാർക്കൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ മർദ്ദനമേറ്റ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ എടുത്തെറിയപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ്. അവരുടെ പ്രതിനിധി ഒപ്പം പഞ്ചായത്ത് അംഗം കൂടിയായ ഷേർലി പോളിനെ ക്ഷണിക്കുകയാണ്. ഷേർലി ചേച്ചി, എന്താ ഉണ്ടായത് അന്നവിടെ? പോലീസിന് നടുവിലേക്ക് അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ കല്ലെടുത്ത് എറിഞ്ഞതാരാണ്? ഞങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വരെ ഏകദേശം 3:30 ആയിട്ടുണ്ടാവും. യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഞാനടക്കം സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ എന്നെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ നിമിഷം വരെ അവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിട്ടില്ല. പിന്നെ പോലീസ് അതിന് ശേഷമാണ് ഞങ്ങളെ ഈ വണ്ടിയിലേക്ക് കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം തൊട്ട് ഞങ്ങളുടെ വണ്ടി 1-2 ടേണിങ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേ തുടങ്ങി അടിയെന്നാണ് പറയുന്നത്. ഇനി പ്രകോപനപരമായിട്ട് അവിടെ യാതൊരുവിധ കാരണങ്ങളും ഉണ്ടായതായിട്ട് എനിക്കറിവില്ല. പോലീസിന് ആരോ ബാക്ക് ഫീഡ് കൊടുത്തിട്ടുണ്ട്. ആ ബാക്ക് ഫീഡിന്റെ പോലീസ് പ്രചോദനം. തീർച്ചയായും സംസ്ഥാനം ഭരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഭീകരതയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഈ പോലീസ് ഭീകരതയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും പോലീസിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഒന്ന്, ഈ 21-ന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചല്ലോ. ശരിക്കും കളക്ടറുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം ആ സമയമാണ്. ആ സമയത്ത് അത് കിട്ടാതെ 20-ാം തീയതി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ 21-ന് സമരം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഔട്ട്ലെറ്റ് പൊളിക്കും എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. അവിടെ വലിയ പോസ്റ്റർ ക്യാമ്പയിനൊക്കെ വന്നത് നല്ല തോതിൽ ആളുകളെ മൊബിലൈസ് ചെയ്തു. ഞാൻ മനസ്സിലാക്കിയതും കളക്ടർ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞതും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കളക്ടറും നേരിട്ട് ഫോണിലൂടെയും നേരിട്ട് വന്നും സമരക്കാരോട് ഞങ്ങൾക്ക് ഒരാഴ്ച കൂടി സമയം വേണം, റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യും, നിങ്ങളിപ്പോൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ആ അഭ്യർത്ഥന കേൾക്കാതെ ആ നാട്ടിലെ ജനങ്ങൾക്കോ പഞ്ചായത്തിനോ ഒരു പക്ഷേ MLA അടക്കമുള്ളവർക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ടാവാം. പക്ഷേ അവരുടെ കൺട്രോളിനപ്പുറമായി അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മർദ്ദനമേറ്റിട്ടും ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ എന്തുകൊണ്ട് ഇത്തരം ഒരു സമരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കമ്പനിയുടെ മണം ഇഷ്ടംപോലെ വരാറുണ്ട്. അത് വരുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും വിചാരിച്ചായിരുന്നില്ല. മണം വരുമ്പോൾ കൂടുതലായിട്ട് വിഷങ്ങൾ വരുന്നുണ്ട്. നെഞ്ചിൽ വേദനയും ശ്വാസം മുട്ടൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. അതിപ്പോൾ ഇവിടുത്തെ ഈ കാറ്റുകൊള്ളൽ, ഇവിടുത്തെ ഈ വാസനയാണ് മെയിനായ കാരണം. ഇപ്പോൾ ഈ സമരം തുടങ്ങിയ പിന്നെ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അതിനു മുമ്പ് സഹിക്കുക ചെയ്യാത്തതാണ്. ഇപ്പോൾ വാസന വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു വാതിലടച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അത്ര ഭയങ്കര വാസനയാണ്. ശ്രീ KN ഗോപിനാഥ്, സംസ്ഥാന ശരാശരിയുടെ 10 ഇരട്ടിയാണ് കാതികുടത്ത് അർബുദബാധിതർ. എന്തുകൊണ്ടാവാം? എനിക്കത് പൂർണ്ണമായി ഒന്നും കൂടി ഒരു പഠനത്തിന് വിധേയമാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, കാതിക്കുടത്തെ ജനതയെ കുറെ നാളുകളെ ഇങ്ങനെ പരീക്ഷണത്തിലൂടെ കടത്തിവിടുന്നു. ഒരു കമ്മിറ്റി വരും, റിപ്പോർട്ട് വയ്ക്കും, അതിന്റെ റിസൾട്ട് പറ്റും, അങ്ങനെ കടന്ന് അതിന്റെ എല്ലാ പരിധിയും കഴിഞ്ഞു. കാരണം അത്രയ്ക്കധികമാണ് ഈ അവിടുത്തെ ജനത അനുഭവിക്കുന്ന ദുരിതം. അത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടില്ല, അത് ബോധ്യപ്പെടും. കാരണം നേരിട്ട് ഓരോ വീടുകളിലെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിൽ ചെന്ന് നമുക്ക് അത്രയ്ക്ക് വിഷമമായിട്ടുള്ള അവസ്ഥ, അതുപോലെ തന്നെ ശ്വാസം മുട്ട കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന് പരിഹാരം എന്താ? മനുഷ്യന്റെ ആവശ്യം വേണ്ടാന്ന് തീരുമാനിക്കുകയോ ഉൽപാദനം വേണ്ടാന്ന് തീരുമാനിക്കുകയോ അല്ലല്ലോ. അതിന് പരിഹാരം ശാസ്ത്രീയമായ സംഗതികൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ല, പക്ഷേ ഒരു സംസ്ഥാന ശരാശരിയേക്കാൾ 10 ഇരട്ടിയിലധികം മനുഷ്യർ അർബുദ രോഗികൾ ആകുകയും ഏതാണ്ട് 10-20 കൊല്ലം കൊണ്ട് 1000-ത്തിലധികം മനുഷ്യർ അവിടെ പല മലിനീകരണജന്യമായ അസുഖങ്ങളാൽ മരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഒരു പഠനത്തിന്റെയും അടിസ്ഥാനത്തിലല്ല കേരളത്തെ ശരാശരിയേക്കാൾ 10 ഇരട്ടി മനുഷ്യർ ക്യാൻസർ രോഗികളാണ് കാതികൂടത്തെന്ന് ശ്രീകല പോലും പറയുന്നതെന്ന് ഞാൻ പറയുന്നു. നിലവിൽ ഹൈക്കോടതി നിലവിലുള്ള വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള വിവിധ പഠനങ്ങളുടെ റിപ്പോർട്ടുണ്ട്. ഈ പഠനങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം ശ്രീകല പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ആണ് എല്ലാ പഠന റിപ്പോർട്ടിലും ഉള്ളത്. പഠനത്തെ നമ്മുടെ സങ്കുചിതമായ വികാരം കൊണ്ട് പഠനത്തെയും അറിവിനെയും നമ്മൾ ഭയപ്പെടുകയാണ്. ഈ കാതികുടത്തെ കമ്പനി വന്നിട്ടുള്ള വികസനം എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഒട്ടുമിക്ക അത്യാവശ്യം സാമ്പത്തികം ഉള്ളവരൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞ് ദൂരെ പോയി താമസിക്കുകയാണ്. ഒരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് റൂട്ട് പോലും ഇപ്പില്ല ആ വഴിക്ക്. കാരണം ജനങ്ങൾ താമസിക്കുന്നില്ല. കുടിക്കാൻ ഒരു ചായക്കട പോലും ഇല്ല ആ പ്രദേശത്ത്. 36 വർഷം ഈ കമ്പനി വന്നിട്ടുണ്ടായി. വികസനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. വികസനമാണോ അത്? ഇനി എത്ര നാൾ ഞങ്ങൾ ഇതിനെ നേരിടേണ്ടി വരും? എത്ര നാൾ ഞങ്ങൾ അനുഭവിക്കും? കമ്പനി നിൽക്കുന്ന പ്രദേശത്ത്
LDFിലും UDFിലും പെടാത്ത ഒരാളെ ജനം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത്ര പോലും രാഷ്ട്രീയ പാർട്ടികളിൽ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസം പോലും ജനത്തിന് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഒരുപക്ഷെ അവരുടെ നിത്യജീവിത യാഥാർത്ഥ്യങ്ങൾ അവരെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ. പിന്നെ ഈ കമ്പനിയുടെ മലിനജലം കൂടാതെ ചാലക്കുടി പുഴയിലേക്ക് ഇവരുടെ മറ്റു കമ്പനികളുടെ ബ്രാഞ്ചുകളിൽ നിന്നും കൂടെ മലിനജലം കൊണ്ട് ഒഴുക്കി വിടുന്നുണ്ട്. ഒരു ഒത്തുതീർപ്പിന്റെ സാധ്യത വല്ലതും കാണുന്നുണ്ടോ? അടുത്ത ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സമരം തീർച്ചയായും ഇങ്ങനെ തന്നെ ഒരു നാടിന് പോകാൻ കഴിയില്ല. എന്തായിരിക്കും ഒരു തീരുമാനം? താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ കമ്പനി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ഈ എല്ല് സംസ്കരിക്കുന്നതാണല്ലോ. ഇവിടെ 80% എല്ല് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റിൽ നടക്കുന്നത്. എല്ല് സംസ്കരണം കമ്പനി കേരളത്തിന് പുറത്ത് നടത്തുകയും അതല്ലാത്ത രീതിയിലുള്ള അത് അംഗീകരിക്കാൻ സാധിക്കും. പൂർണ്ണമായി ഇനി കേരളത്തിൽ നിന്ന് നെല്ല് പർച്ചേസ് ചെയ്യുന്നില്ല എന്ന് MD തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്കറിയില്ല അതെങ്ങനെ പ്രാക്ടിക്കൽ ആവുന്നു. ഏതായാലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതിനകത്ത് തർക്കം. അത്തരത്തിൽ മലിനീകരണം പടിപടിയായി കുറയ്ക്കുന്നു. മാത്രമല്ല, കളക്ടർ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ കൃത്യമായ ഉറപ്പുകൾ സമരസമിതിക്ക് നൽകുകയും ചെയ്യും. തൃപ്തരാണോ? സത്യസന്ധമായ രീതിയിലാണെങ്കിൽ ഒരു അനുകൂലമായ റിപ്പോർട്ട് വരും എന്നുള്ളത്. കാരണം ഞങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഞങ്ങൾക്ക് ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല. ഇനി നന്ദി ശ്രീമതി ഷേളി പോൾ, ശ്രീ KN ഗോപിനാഥൻ, TN പ്രതാപൻ MLA. തർക്കം തുടർന്നുകൊണ്ടേയിരിക്കും. തൊഴിൽ വേണം, വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും വേണം. പക്ഷേ കുറച്ച് തൊഴിലിന് പകരം കിട്ടുന്നത് എണ്ണിയാലൊടുങ്ങാത്ത നരകയാതനകളാണെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് അക്കാര്യം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏതായാലും മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കർശനമായി പാലിക്കാതെ ഇതുപോലെ നിറ്റ ജലാറ്റിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഉറപ്പാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.